നിർത്താതെ പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ കളമശ്ശേരി മൂലേപ്പാടം കോളനി നിവാസികൾ ദുരിതത്തിലാണ്. വർഷങ്ങളായി മഴക്കാലത്ത് പ്രദേശവാസികൾ വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കുന്നു. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയൊന്നുമില്ലെന്ന് നാട്ടുകാരും പറയുന്നു. മൂലേപ്പാടത്ത് നിന്നും ബീനാറാണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നഗരമധ്യത്തിലെ കളമശ്ശേരി മൂലേപ്പാടം കോളനിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വെള്ളം ഇതിന് പ്രളയ സമാനമായ വെള്ളക്കെട്ടാണ് ഇവിടെ എന്ന് പറയാം. എല്ലാ ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥലമാണിത്. എന്നാൽ ഇത്തവണ അതിനെല്ലാം മറികടന്ന് വീടുകളിലെല്ലാം വെള്ളം കയറുന്ന ഒരവസ്ഥയായി. കുട്ടികളടക്കമുള്ളവർ വീടുകളിന് പുറത്ത് ഇറങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. ഒപ്പം തന്നെ പല വീടുകളിലും ആളുകൾ മുകളിലത്തെ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേ ഇല്ലെന്ന് വേണം പറയാൻ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതേ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും മറ്റും ഇവർ നൽകിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് വെള്ളം പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിന് ഒരു പ്രതിവിധി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ മഴക്കാലത്തും ഇവർ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഈ മഴ മാറിയതിനു ശേഷവും ഇതുമായി ബന്ധപ്പെട്ട നിരവധി രോഗങ്ങളും മറ്റും ഇവരെ വലയ്ക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ അടക്കം വീടുകളിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യവും എല്ലാം ഈ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് നാട്ടുകാരോട് തന്നെ അവരുടെ ദുരിതത്തിന്റെ ആഴം ചോദിച്ചറിയാം. എല്ലാ വർഷവും ഇത്തരത്തിലാണ്. എല്ലാ വർഷവും ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് 10-20-25 വർഷത്തോളമായി. എല്ലാ വർഷവും ഇവിടുത്തെ നാട്ടുകാർ വളരെ ദുരിതത്തിലാണ്. കാരണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മഴ വരുന്നതിന് കാത്ത് ആൾക്കാരിരിക്കുക അവരുടെ സാധന സാമഗ്രികൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ വീട്ടിൽ 20-25 വർഷമായിട്ട് ഇതുവരെ കയറാതിരുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലും കയറി. എൻ്റെ കുട്ടികളും എൻ്റെ വൈഫൊക്കെ ഏറ്റവും മുകളിൽ കയറി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നിരവധി ജനങ്ങളുടെ ഇവിടെ കഴിഞ്ഞ ഓരോ ദിവസവും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഞാൻ ചെന്നതാണ്. അവർക്കൊക്കെ തന്നെ ദുരിതത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കാരണം അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. വളരെ അന്നത്തെ ഇതിൽ നിന്ന് അസുഖങ്ങൾ തന്നെ നമുക്ക് സംഭവിക്കാം. കാരണം അതേ രീതിയിലുള്ള മലിനജലമാണ് നമ്മുടെ എല്ലാ വീടുകളിലും കയറുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് ഇവിടുത്തെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. കാരണം ഒരു ശാശ്വത പരിഹാരം ഇത്രയും നാളെ വർഷങ്ങളായിട്ട് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കുള്ളത്. ഇവിടുത്തെ മന്ത്രി അടക്കമുള്ള നമ്മുടെ വാർഡിലെ കൗൺസിലർ അടക്കം MLA അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് പലപ്പോഴും മീറ്റിങ്ങുകൾ കൂടുകയും ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടി ഒരു കാര്യം ഇപ്പം ചെയ്യുന്നില്ല എന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ മഴക്കാലത്തിന് മുമ്പുള്ള ഒരു ശുചീകരണമൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ നടത്തിയതായിട്ട് അറിയുമോ? തീർച്ചയായിട്ടും ആ പ്രോസസ്സ് പോലും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ എസ്കേപ്പ് ആകുമായിരുന്നു. കാരണം വെള്ളം ഒഴുകി പോകുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പ്ലാസ്റ്റിക്കുകളും മറ്റ് ഒരുപാട് വസ്തുക്കളൊക്കെ വന്ന് ഓടയൊക്കെ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇത് മഴക്കാല പൂർവ്വ രീതിയിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനം നമ്മളുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു വെള്ളക്കെട്ട് ഇപ്പോൾ ഇവിടെ സംഭവിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഈ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോഴും മറ്റും കൂടുതലായി ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളും മറ്റുമായിരിക്കും. അപ്പോൾ എല്ലാ വർഷവും ഇത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. എന്താ 2 ദിവസം മുമ്പ് അവിടെ എല്ലാ വീട്ടുകളും ഞങ്ങളുടെ വീട് നടവരെ എത്തിയായിരുന്നു. ഇപ്പം എല്ലാം പോയി, എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ വെള്ളം കയറിയ ഒരു കൗൺസിൽ വന്ന് തിരിഞ്ഞു നോക്കിയും കൂടിയില്ല. ഒരു കൗൺസിലുള്ളത് ആരും നോക്കിയില്ല. ഞങ്ങൾ വെള്ളത്തിൽ ഇത്ര നേരം ഈ അയൽവക്കക്കാരെ ഞങ്ങളെ രക്ഷിച്ചത് ഇങ്ങനെ ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം വന്നാൽ വേറെ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കണം. വെള്ളം മാറിയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. വെള്ളം വന്ന് ഇതുപോലെ വന്ന അസുഖമൊക്കെ വരുമെന്ന് പേടിയുണ്ടോ? പേടിയുണ്ട്.
തീർച്ചയായും അതുതന്നെയാണ്. ഈ മൂലേപ്പാടം കോളനി നിവാസികൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതമാണിത്. ഇവരുടെ വീടുകളിലകത്ത് എല്ലാം തന്നെ വെള്ളം കയറി വീടുപകരണങ്ങളെല്ലാം തന്നെ നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ വാഹനങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു നിലയിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഭാഗത്തേക്ക് അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. എല്ലാ വർഷവും ഇതുപോലെ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം വരുന്നതാണ്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവിടുത്തെ ജനപ്രതിനിധികളോ മറ്റോ സഹായിക്കുന്നില്ല എന്ന ആരോപണം ഇവരെല്ലാ വർഷവും ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ സ്ഥിതി വളരെ ഗുരുതരമായിരിക്കുകയാണ് ഈ മൂലേപ്പാടം കോളനിയിൽ. ക്യാമറാമാൻ ബിബിനൊപ്പം ബീന റാണി, ജനം, കൊച്ചി.